CPM വിമതന്മാർ വന്നിരിക്കുകയാണല്ലോ. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അയാളുടെ മരപ്പൊട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരപ്പൊട്ടന്മാർക്ക് പോലും നാണക്കേട് തോന്നിപ്പോകും മരപ്പൊട്ടൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എന്നെ നിങ്ങൾ പിന്നെ ഞങ്ങൾ എന്തായാലും മരപ്പൊട്ടന്മാരുണ്ട്, നിങ്ങൾ അയാളെ കൂടെ ഞങ്ങൾ ചേർന്നിട്ട് വെറുതെ ഞങ്ങളെ ഇനിയും ചവിട്ട് അങ്ങനെ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അയാളുടെ തലയിൽ ഇപ്പൊ 139 മണ്ഡലങ്ങൾ ഇല്ല. അയാളുടെ തലയിൽ ഒരു മണ്ഡലം. TK ഒന്നും കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് പത്രസമ്മേളനം നടത്തിയത്. TK ഇതെന്താണ്, ഇത് ബ്രാഞ്ച് സെക്രട്ടറി വരെ വിളിക്കുകയാണ് ഇയാള്. നമസ്കാരം. CPM അഭിമാനമാണ് ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസ്താവനകളും അത്രയേറെ വിലമതിക്കുന്നതാണ്. ഓരോ കാര്യങ്ങളും അദ്ദേഹം അപഗ്രഥിച്ച് പറയുന്നത് വളരെയേറെ സൂക്ഷ്മതയോടെയാണ് എന്നുള്ളതാണ്. ചടയൻ ഗോവിന്ദനും CH കണാരനും ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ ഇരുന്ന ആ കസേരയിലാണല്ലോ ഈ ഗോവിന്ദൻ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അപമാനമല്ല, ആ ഒരു മഹാത്മാക്കളോട് ചെയ്യുന്ന ഒരു ക്രൂരത എന്നുള്ളതാണ്. ഈ ഗോവിന്ദൻ്റെ പല പ്രസ്താവനകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗോവിന്ദൻ്റെ ഇപ്പോഴത്തെ ഒരു പരസ്പര ബന്ധമില്ലാത്ത ജൽപ്പനങ്ങൾ, അതുപോലെ ഇപ്പോൾ അറിയുന്നത് ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചതും ഒക്കെ ഗോവിന്ദന് വലിയ അപബുദ്ധിമുട്ടായിട്ടുണ്ട്. ഗോവിന്ദനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഓരോ പാർട്ടികളിലും സ്ഥാനങ്ങളുണ്ട്. പക്ഷെ ആ സ്ഥാനങ്ങൾക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളുടെ മഹത്വമാണ് ആ സ്ഥാനത്തിന് ഒരു വില ഉണ്ടാക്കി കൊടുക്കും. ഇപ്പം ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളിൻ്റെ, ഇപ്പോൾ പാർട്ടിയുടെ CPM സംസ്ഥാന സെക്രട്ടറി ആണെങ്കിൽ ആ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളുടെ ബൗദ്ധിക നിലവാരം, അയാളുടെ സംഘടനാ ശേഷി, അയാളുടെ പാർട്ടിയെക്കുറിച്ചിട്ടുള്ള അറിവ്, പാർട്ടിയുടെ പ്രത്യശാസ്ത്രത്തെക്കുറിച്ചിട്ടുള്ള അറിവ്, ഇതൊക്കെയാണ് ഇറ്റ് ഈസ് വാട്ട് കൗണ്ട്സ് എന്ന് പറയുന്ന പോലെ ഇതൊക്കെയാണ് നിർണായകം. ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പോൾ എനിക്ക് അത് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ VS അച്യുതാനന്ദൻ്റെ കൂടെ പ്രവർത്തിച്ചു. VS അച്യുതാനന്ദൻ പല സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. VS അച്യുതാനന്ദൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിട്ടുണ്ട്. VS അച്യുതാനന്ദൻ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുണ്ട്. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. നമ്മൾ VS അച്യുതാനന്ദൻ്റെ തന്നെ ഒരു അനുഭവം നമ്മളൊന്ന് എടുത്തു നോക്കുക. ഇപ്പോൾ കേരളത്തിൽ ഒട്ടനവധി ആളുകൾ CPM-ൽ നിന്ന് LDF കൺവീനർമാരായിട്ടിരുന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഓർത്തു വെക്കുന്ന 1-ാം നമ്പർ പേര് ഞാൻ ഓർത്തു വെക്കുന്ന VS അച്യുതാനന്ദനെ. 1996-2001 കാലഘട്ടത്തിൽ LDF-ന്റെ കൺവീനർ. എനിക്ക് ആ കാലം മറക്കാൻ കഴിയില്ല. അതിനുശേഷം 2001-2006 കാലഘട്ടത്തിൽ അത് പ്രതിപക്ഷ നേതാവായി. അത് കേരളീയർക്ക് മറക്കാൻ കഴിയില്ല ആ കാലം. 2006-2011 കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായി. മനസ്സിലായി. അപ്പം അടിസ്ഥാനപരമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓരോ സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകളുടെ സംഘടനാശേഷി, നേതൃപാടവം, അവരുടെ പാർട്ടിയെ കുറിച്ചിട്ടുള്ള അറിവ്, ഇതൊക്കെയാണ് ഇതിനകത്ത് പ്രത്യേകതകൾ. മനസ്സിലായി. അതിപ്പോൾ നമ്മൾ കോൺഗ്രസിലെടുത്താലും അത് തന്നെയാണ്. ഇപ്പോൾ 10 വർഷക്കാലം രമേശ് ചെന്നിത്തല KPCയുടെ പ്രസിഡൻ്റായിരുന്നു. ആ കാലഘട്ടത്തിന് നമ്മൾ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്? ആ കാലഘട്ടത്തിൽ അയാൾ അവിടെ ഇരുന്നുകൊണ്ട് എന്തൊക്കെ ചെയ്തു, അത് ആ പാർട്ടിക്ക് എന്തൊക്കെ നേട്ടങ്ങളുണ്ടാക്കി, ഗുണങ്ങളുണ്ടാക്കി, ഇങ്ങനെയുള്ളത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഇരുന്നു 2 പ്രാവശ്യം മുഖ്യമന്ത്രിയായി. ഉമ്മൻചാണ്ടി നമ്മളിപ്പോഴും ഓർക്കുന്നു. മനസ്സിലായോ? കരുണാകരനിരുന്നു, നമ്മൾ കരുണാകരനെ കുറിച്ചിട്ട് ഓർക്കുന്നു. മനസ്സിലായോ? അപ്പം ഓരോ പാർട്ടിയിലും ഓരോ അധികാര സ്ഥാനത്തും ഓരോ ആളുകൾ ഇരിക്കുമ്പോൾ ആ അധികാര സ്ഥാനത്തിൻ്റെ വലിപ്പം കൊണ്ടല്ല അവരടയാളപ്പെടുത്തുന്നത്, അവരുടെ കോൺട്രിബ്യൂഷൻ. മുഖ്യമന്ത്രിയായിട്ടിരുന്നപ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അയാളുടെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു, അങ്ങനെ അയാൾ അടയാളപ്പെടുത്തപ്പെടുന്നു, ഓർമ്മിക്കപ്പെടുന്നു. ഒരാൾ KPC പ്രസിഡൻ്റായിരുന്നു, അയാൾ ഇരുന്ന കാലത്തെ പിന്നെ നേട്ടങ്ങൾ എന്താ? രമേശ് ചെന്നിത്തല 10 വർഷം KPC പ്രസിഡൻ്റായിരുന്നു. അയാളെ നമ്മൾ ഓർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ്? 2005 അയാൾ KPC പ്രസിഡന്റ് ആകുമ്പോൾ കോൺഗ്രസ് ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് അയാൾ KPC പ്രസിഡന്റ് ആയത്. അതുകൊണ്ടാണ് അയാളെ നമ്മൾ ഓർക്കുന്നത്. അയാൾ ഇരുന്ന സമയത്ത് പലതരം തെരഞ്ഞെടുപ്പ് വിജയം UDF-നുണ്ടായി. അങ്ങനെയാണ് അയാളെ നമ്മൾ ഓർക്കുന്നത്. അതെ. VS അച്യുതാനന്ദനെ പ്രതിപക്ഷ നേതാവായിരുന്നു ഓർക്കുന്നത്. VS അച്യുതാനന്ദൻ ഏറ്റെടുത്ത ഐതിഹാസികമായിട്ടുള്ള സമയം. അതുകൊണ്ട് VS അച്യുതാനന്ദൻ ഇപ്പോൾ നമ്മളെ വിട്ടു പോയെങ്കിലും നമുക്ക് മതികെട്ടാനും പൂയും കുട്ടിയും ഓൺലൈൻ ലോട്ടറിയും ഇതൊക്കെ നമുക്ക് മറക്കാൻ കഴിയും.
അപ്പം അങ്ങനെയാണ് മനസ്സിലായത്. ഇപ്പം EMS CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്നു, പിന്നെ CPM-ൻ്റെ ദേശീയ സെക്രട്ടറി ആയിട്ടിരുന്നു. എങ്ങനെയാണ് EMS നമ്മൾ ഓർക്കുന്നത്? CH കണാരനും പിന്നെ ചടയം ഗോവിന്ദനും ഒക്കെ നമ്മൾ ഓർക്കുന്നത് എങ്ങനെയാണ്? അവരൊക്കെ 1-ാം നമ്പർ പിന്നെ സംഘടനാ പാഠമുള്ളവരും സംഘടനാ ശേഷിയുള്ളവരും ആയിരുന്നു. പല ഇപ്പം PS അച്യുതാനന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. എന്നാണ് ഈ പാർട്ടി ഏറ്റവും കൂടുതൽ ശക്തമായ ഒരു പാർട്ടിയായിട്ട് നിൽക്കുന്നത്. PS അച്യുതാനന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് വർഗീയ പാർട്ടികളിൽ നിന്നും പിന്തുണയില്ലാതെ CPM അധികാരത്തിൽ വന്നത് 1987. അപ്പം അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരെയും അടയാളപ്പെടുത്തുന്നത്. അങ്ങനെ അടയാളപ്പെടുത്തുമ്പോഴാണ് ഈ MV ഗോവിന്ദൻ എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രം അതിദയനീയമായി പരാജയപ്പെടുന്നു. ഞാൻ പറഞ്ഞ അയാൾ പോലെ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ RJD-യുടെയോ അല്ലെങ്കിൽ കോൺഗ്രസ് എസിൻ്റെയോ ഒക്കെ വല്ല സംസ്ഥാന പ്രസിഡൻ്റോ ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ജനാധിപത്യ കേരള കോൺഗ്രസ് പറഞ്ഞാൽ അതിന് നേതൃത്വം കൊടുക്കുന്ന അടിവസ്ത്രം വെട്ടിച്ചുരുക്കിയവനാണ് അതിന്. പിന്നെ എന്താണ് കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്നത് പറഞ്ഞാൽ 52 വയസ്സുള്ള ഒരു പടുകളവനാണ്. NCP എന്ന് പറഞ്ഞ വേറൊരു പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്നവനുണ്ടല്ലോ, അവനറിയാലോ. എന്താണ് അവൻ്റെ ഒരു പൂച്ചക്കുട്ടി എന്ന് വിളിച്ചവനുണ്ട്. ഇത്തവണ കയറി നിൽപ്പുണ്ട്. ഇത്തവണ ഒരു 25,000 വോട്ടിന് നോക്കുമ്പോഴവനൊക്കെ രാഷ്ട്രീയം അവസാനിപ്പിക്കുള്ളൂ. അതൊക്കെയായിരുന്നു നമുക്ക് മനസ്സിലായി. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ ആ പാർട്ടി ഇപ്പം ജീർണിച്ച് ചാണകക്കുഴിയിലേക്ക് വീഴാൻ പോവുകയാണെന്ന് പറഞ്ഞാലും ആ പാർട്ടിക്കൊരു ചരിത്രമുണ്ട്. ആ പാർട്ടി വഹിച്ചിട്ടുള്ള പങ്ക്, ആ പാർട്ടി നടത്തിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള പോരാട്ടങ്ങൾ, ആ പാർട്ടി കൊണ്ടുവന്നിട്ടുള്ള നയങ്ങൾ, ആ പാർട്ടി നേതൃത്വം നൽകിയിട്ടുള്ള ഗവൺമെൻറ്റുകൾ. അപ്പോൾ അങ്ങനെ ആ പാർട്ടി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പാർട്ടിയാണ്. ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇതുപോലൊരു എന്താണ് അതിൽ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതുപോലൊരു കയറി ഇരുന്നു എന്ന് പറയും. കോടിയേരി ഇരുന്നപ്പോൾ പോലും കോടിയേരിക്ക് വളരെ സമചിത്തതയോടുകൂടിയും പക്വതയോടുകൂടിയായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. ഓരോ എല്ലാ കാര്യത്തിനും ഇയാൾക്കൊരു ഉദാഹരണമുണ്ട്. ആ ഉദാഹരണം തന്നെ അയാളുടെ ആ ഒരു ചിന്താശേഷിയെയും സമനില തട്ടിപ്പോകും നമുക്ക് തോന്നിപ്പോകും. അതായത് ഇപ്പോൾ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിണറായി വിജയനെ മാറ്റി നിർത്താം. കാരണം അയാളെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പിന്നെ അത് വേണ്ട, അത് നമ്മൾ താരതമ്യത്തിൽ കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല, അതിനുള്ള യോഗ്യതയൊക്കെയില്ല. അതുകൊണ്ട് അയാളെ നമുക്ക് മാറ്റാം. കോടിയേരി ബാലകൃഷ്ണനൊക്കെ എത്രയോ ഭേദമായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആൾക്ക് ഈ പാർട്ടി പ്രത്യശാസ്ത്രം രാഷ്ട്രീയം അതിനെക്കുറിച്ചിട്ടൊന്നും വലിയ തിരിച്ചറിവും ബോധവും കാര്യമൊന്നും. പക്ഷെ അയാൾ എത്ര ഒത്തൊരുമയോടുകൂടി ഇതിനെ കൊണ്ടുപോയി. ഇപ്പം ഇതുപോലുള്ള പ്രതിസന്ധികളൊക്കെ ആ സമയത്ത് നേരിട്ടപ്പോഴും എത്ര സമചിത്തത്തോടെ അതിനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. ഇനി അതിനുമുമ്പ് VS അച്യുതാനന്ദൻ നമ്മൾ നിർത്തും. സമാനതകളുണ്ടോ? VS അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലഘട്ടം, ഈവൻ നയനാർ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ പോലും എത്രയോ മനോഹരമായിട്ട് ഇത് പോയി. അതിനു മുമ്പ് CH കണാരൻ, മനസ്സിലായി. യഥാർത്ഥത്തിൽ ആ സ്ഥാനത്ത് നേരിട്ട ഏറ്റവും വലിയൊരു തിരിച്ചടി കനകസിംഹാസനത്തിൽ കയറിയിരുന്നവൻ എന്ന് പറഞ്ഞ പാട്ടാണ് നമുക്ക് ഓർമ്മ വരുന്നത്. നിർഭാഗ്യവശാൽ അയാൾക്കൊരു തലയ്ക്ക് വിളിവില്ല, ഒന്നിനെ കുറിച്ച് ഒന്നും അറിയില്ല. അയാൾ പറഞ്ഞ വാതുറന്നാൽ അത് പൊട്ടത്തരമാണ്. അയാൾ സംസാരിച്ച ഒരു പിന്നെ നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു പത്രസമ്മേളനമോ വല്ലതും അയാളുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഏത് പത്രസമ്മേളനം എടുത്തു കഴിഞ്ഞാലും ഒരു മരപ്പൊട്ടൻ്റെ ചിരിയും ചിരിച്ചുകൊണ്ട്, അയാളുടെ ചിരിയൊക്കെ നമ്മളൊന്നും മനസ്സിലാക്കി പറയണം, ഇരുത്തിക്കൊണ്ട് പരമാബദ്ധങ്ങളും മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും മാത്രമേ അയാൾ വിളിച്ചു പറയൂ. അയാളുടെ അവസാനത്തെ പത്രസമ്മേളനം നമ്മൾ നോക്കിയേ, 110 സീറ്റിൽ ഞങ്ങൾ 3-ാം തവണ ജയിക്കും എന്ന് പറഞ്ഞാൽ പോലും നമുക്കത് സഹിക്കാം, അംഗീകരിക്കാം എന്നല്ല, സഹിക്കാം. ഇപ്പോൾ സീറ്റ് എന്ന് പറഞ്ഞവരെ 80-85 സീറ്റ് എന്ന് വരെ പറഞ്ഞാൽ പോലും നമുക്കിവിടെ സഹിക്കും. 110 സീറ്റ് എന്ന് അയാളിപ്പോൾ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാളെ ചെരുപ്പൂരി അടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ചെരുപ്പൂരി അടിക്കണം എന്ന് പറഞ്ഞെന്ന് ചോദിച്ചു പ്രശ്നമാകുന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെ ആളുകൾക്ക് അങ്ങനെ തോന്നിയാൽ, എനിക്ക് തോന്നുന്നില്ല, ജനങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ ഒന്നും പറയാനില്ല, കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അയാൾക്ക് മാത്രമേ കേരളത്തിൽ പിണറായി വിജയൻ പോലും 110 എന്ന് പറയുന്നില്ല. അയാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടു. ആ 110 ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂട്ടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അത്ര ഇപ്പം പറയുന്നുള്ളൂ പറഞ്ഞിട്ട് അയാളോട് ചോദിച്ചു. CPM-ന് വിമതന്മാർ വന്നിരിക്കുകയാണല്ലോ, അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അയാളുടെ മരപ്പൊട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരപ്പൊട്ടന്മാർക്ക് പോലും നാണക്കേട് തോന്നിപ്പോകും മരപ്പൊട്ടൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എന്നെ നിങ്ങൾ പിന്നെ ഞങ്ങൾ എന്തായാലും മരപ്പൊട്ടന്മാരുണ്ട്, നിങ്ങൾ അയാളെ കൂടെ ഞങ്ങൾ കൂട്ടത്തിൽ ചേർത്തിട്ട് വെറുതെ ഞങ്ങളെ ഇനിയും ചവിട്ട് അങ്ങനെ പറയുള്ളൂ. അയാൾ പറയുകയാണ് 5.5 ലക്ഷം പാർട്ടി അംഗങ്ങൾ
2.5 ലക്ഷം അനുഭാവി ഗ്രൂപ്പുകൾ, അതിനകത്ത് 3-4 പേര് പോയി എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ, PK ശശി, സുധാകരൻ. ഐഷ പോറ്റി വെറുതെയാണോ? 43 വർഷം പാർട്ടി മെമ്പർ, പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന, 63 വർഷം പാർട്ടി അംഗമായിരുന്ന സുധാകരൻ പോയപ്പോൾ അയാൾ പറയാ ഏതോ ഒരാൾ പോയി. മനസ്സിലായി? അപ്പം നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും ഇത് തീരാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇയാൾ. എനിക്ക് തോന്നുന്നത് CPM-ൽ ഒരു പക്ഷേ ഇത്രയും മോശമായൊരു പാർട്ടി സംസ്ഥാന സെക്രട്ടറി, ഇത്രയും മോശമായിരുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ EP ജയരാജനോ അല്ലെങ്കിൽ തോമസ് ഐസക്കോ. EP ജയരാജൻ പോലും ഇത്തരം വിഡിതം പറയില്ല. കാരണം സാധാരണ ഇത്തരം വിഡിതങ്ങൾ പറയുന്നത് EP ജയരാജനാണ്. ഞാൻ പറഞ്ഞു ഇപ്പോൾ PK ശ്രീമതിയോ അല്ലെങ്കിൽ KK ശൈലജയോ അവരാരായി. AK ബാലൻ എന്ന് പറഞ്ഞ വേറൊരു മരപ്പോട്ടത് അയാളായിരുന്നെങ്കിൽ പോലും ഇതിനേക്കാളും ഭേദമായിരുന്നു. ഞാൻ PG സുരേഷ് കുമാർ പറഞ്ഞിട്ട് വട്ടം കിടക്കുന്നുണ്ട്, കണ്ടല്ലോ. ബാലനെ അല്ല, ഇയാളെ ബാലനെ. അപ്പോൾ ആ ബാലൻ പോലും ഒരു പക്ഷേ ഇതിനേക്കാൾ ഭേദമാകും. അതെ. അപ്പം അത് അയാളുടെ വ്യക്തിത്വത്തിൽ ഒരു വശം. അയാളുടെ പത്രസമ്മേളനമൊക്കെ പറഞ്ഞ ഒരു പൊട്ടന്മാരുടെ ചിരി, ഒരു വൃത്തികെട്ട ശരീരഭാഷ സഹിക്കില്ലത്. അതുപോലത്തെ ഒരു അസഹനീയം എന്ന് നമുക്ക് പറയാം. അസഹനീയം, നോസിയേറ്റിംഗ് എന്ന് പറഞ്ഞ വാക്കുണ്ട് ഇംഗ്ലീഷ്. ഈ ഛർദ്ദിക്കാൻ വരുന്നതാണ് ഈ നോസിയേറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തോന്നി ഇയാളെ കണ്ടു. അയാളിപ്പോൾ ചെയ്യുന്നത് എന്താ? അയാൾ ഭയങ്കര തിരക്കിലാണ് ഇപ്പോൾ. അല്ലല്ല ഗോവിന്ദൻ. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? പാർട്ടി നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നേരിടുന്നു, അവിടെ 140 മണ്ഡലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പാർട്ടി സെക്രട്ടറി അയാൾ തിരക്കിലാണെന്ന് പറയുന്നത്. ഷാജാനന്ദ ഈ പറയുന്നത്, ഷാജാനന്ദ പൊട്ടത്തരാവണം. ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴത്തേക്കും അയാൾ തിരക്കിലാവണ്ടേ? പക്ഷെ അതല്ല അയാൾ തിരക്കിലായതിന് കാരണം. അയാൾ ചെയ്യുന്നത്, അയാൾ രാവിലെ ഒരു കുത്തിയിരുന്ന് വൈകിട്ട് വരെ കുത്തിയിരുന്നുകൊണ്ട് ഫോൺ വിളി മുഴുവൻ തളിപ്പറമ്പിലേക്കാണ്. തളിപ്പറമ്പിലെ ചുമതല കൊടുത്തിരിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മുതൽ അവിടുത്തെ ബ്രാഞ്ച് മെമ്പറെ വരെ അയാൾ നേരിട്ടിരുന്ന് വിളിക്കുകയാണ്. ശരി, കാരണം മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് അയാളുടെ തലയിൽ ഇപ്പൊ 119 മണ്ഡലങ്ങളില്ല. അയാളുടെ തലയിൽ ഒരു മണ്ഡലം. TK ഒന്നും കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് പത്രസമ്മേളനം നടത്തിയത്. TK ഒന്നും ഇതെന്താണ്, ഇത് ബ്രാഞ്ച് സെക്രട്ടറി വരെ വിളിക്കുകയാണ് ഇയാള്. ഇയാൾക്ക് വേറെ എന്താണ് പരിപാടി? എന്നിട്ട് TK ഒന്നും പറയുന്നത്, തളിപ്പറമ്പിൽ ചുമതല കൊടുത്തിരിക്കുന്ന പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർക്ക് തളിപ്പറമ്പിൽ P ജയരാജൻ. മനസ്സിലായത്? അതേസമയം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അങ്ങ് അപ്പുറത്ത് മത്സരിക്കുന്നുണ്ട്. ഇവിടെ പേരാവൂർ, അവിടെ സെക്രട്ടേറിയറ്റ് മെമ്പർക്ക് ചുമതലയില്ല. അല്ല, അതാണല്ലോ ഭാര്യയ്ക്ക് പിന്നെ സ്ഥാനാർത്ഥിത്വം കൊടുത്തത് തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ശ്യാമൾ അവിടെ തോൽക്കുമെന്നുള്ള ഇവരുടെ കൺവെൻഷനിൽ പോലും ആൾക്കാരില്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ചെന്ന് കാല് പിടിച്ച് കൈ പിടിച്ച് ആ സമയത്താണ് മറ്റേ ഗോവിന്ദൻ പാർട്ടി വിട്ട് പോകുന്നത്. ആ കാല് പിടിച്ച് കൈ പിടിച്ചാണ് ഇപ്പോൾ അവിടെ ആൾക്കാർ കുറച്ച് പേര് ഇവരോടൊപ്പം നിൽക്കുന്നത്. വ്യക്തിപരമായി അപ്പോൾ അയാൾ അവിടെ എന്തോ റോഡ് ഷോ നടത്തുന്നു. ശ്യാമള ടീച്ചറും ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചേഴ്സ്. അപ്പോൾ അതിനകത്ത് എന്തുകൊണ്ടാണ് സുകന്യ ടീച്ചർ ഇല്ലാതിരുന്ന അയാളോട് ചോദിക്കുന്നത്? സുകന്യൻ ടീച്ചറായിരുന്നു അവരെ അതിനകത്ത് വെളുത്തില്ല. അപ്പം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ നിഷ്പക്ഷമായി, നമ്മൾ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ്റെ വ്യക്തിത്വം വിശകലനം ചെയ്തു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ പാർട്ടി സെക്രട്ടറിയുടെ വ്യക്തിത്വം ഒന്ന് വിശകലനം ചെയ്ത് നോക്കും. അയാൾക്ക് ഒന്നിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. അയാൾക്ക് പാർട്ടിയെക്കുറിച്ച് വിവരമില്ല, പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് വിവരമില്ല, പാർട്ടിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് വിവരമില്ല. അയാൾക്ക് ഈ സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യാൻ അറിയില്ല. അയാളെ മറ്റേ AI കുറിച്ചൊക്കെ അയാൾ പറഞ്ഞ മാത്രമല്ല, കേരളിനെ കുറിച്ച് ഉദാഹരണം പറഞ്ഞത് കേട്ടല്ലോ. മനസ്സിലായില്ല. അപ്പം അയാൾക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു വിവരവും അയാൾക്കില്ല. അതിനേക്കാളൊക്കെ ദയനീയമാണ് അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ അയാൾക്കൊരു മടിയില്ല എന്നുള്ളത്. അല്ല, അതിപ്പോൾ പിണറായി വിജയൻ മകൾക്ക് വേണ്ടി ജീവിക്കുന്നില്ലേ? അതുപോലെയാണ്. അല്ല, ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ മകൾക്ക് വേണ്ടി ജീവിക്കുന്നത് ശരിയാണെന്നുള്ള അഭിപ്രായമല്ല. പിണറായി വിജയനെ നമ്മൾ ന്യായീകരിക്കുന്നില്ല. ഉണ്ടാണല്ലോ നമ്മൾ പിണറായി വിജയനെ നമ്മൾ ഉദാഹരിക്കുമ്പോൾ അതിനകത്ത് പോലും പിണറായി വിജയനെ നമ്മൾ ചേർത്ത് മാറി കണക്ക് പുറത്തെന്ന് പറഞ്ഞ് അയാളെ അവിടെ നമ്മൾ നിർത്തിയത്. പക്ഷെ ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനും 10-25 വർഷം CPM-നകത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളെന്നുള്ളതിൽ ഞാൻ പറയാം. എൻ്റെ ഭാര്യ തന്നെ തളിപ്പറമ്പിൽ മത്സരിക്കണം എന്ന് എങ്ങനെ ഇയാൾക്ക് പറയാൻ തോന്നി? ആരെങ്കിലും ചെയ്യുന്ന ഒരു പണിയാണോ അത്? സ്വന്തം ഭാര്യ ഈ പാർട്ടി ഇത്രയും നിർണായക ഒരു ഘട്ടത്തിൽ നിൽക്കുന്നു. അത് മാത്രമല്ല, അയാളുടെ ഭാര്യ ഒരു ആരോപണ വിധേയയായി നിൽക്കുന്നു ആന്തൂർ സാജന്റെ മരണക്കേസിൽ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ TK ഗോവിന്ദനെ പോലെയുള്ള ഒരു നേതാവായിരുന്നു നിന്നിരുന്നെങ്കിൽ പാർട്ടി പത്രയോട് ഈസിയായിട്ട് അവിടെ ജയിച്ചു പോയത്. ഞാൻ പറയുന്നത് ഇത് വെച്ചാൽ CPM-നെ സംബന്ധിച്ചോളം ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ്. അതെ, ബംഗാളിലും പോയി, ത്രിപുരയിലും പോയി, ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയും ജയിക്കേണ്ടൊരു തെരഞ്ഞെടുപ്പ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനൊരു നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പിൽ
ഓരോ മണ്ഡലത്തിലും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നുള്ളതല്ലേ ഒരു പാർട്ടി സെക്രട്ടറിയുടെ ചുമതല. നമ്മളത് അതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ. അപ്പം അങ്ങനൊരു നിർണായക സാഹചര്യത്തിൽ ഒരു പാർട്ടിക്ക് ഏറ്റവും ഉറപ്പുള്ള ഒരു മണ്ഡലത്തിൽ തൻ്റെ സ്ഥാനാർത്ഥിയെ തൻ്റെ ഭാര്യയെ കൊണ്ടും സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയുമ്പോൾ ഇത് പാർട്ടി അണികളിൽ നിന്നും പാർട്ടി നേതൃത്വത്തിൽ എതിർപ്പ് വരില്ലേ? അത് തൻ്റെ പ്രതിച്ഛായക്കൊരു മോശമാവില്ലേ? തന്നെ ആളുകൾ വിമർശിക്കില്ലേ? പ്രതിച്ഛായ എന്തെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നിഷ്പക്ഷമായി അയാളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഉയരുന്ന ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ. എന്നിട്ട് അയാൾ ജില്ലാ കമ്മിറ്റിയിൽ അയാളുടെ സാന്നിധ്യത്തിൽ ചർച്ച നടക്കുമ്പോൾ ബഹുഭൂരിപക്ഷം പേര് എതിർക്കുന്നു. അങ്ങനെ എതിർക്കുമ്പം അയാൾ പിൻവലിക്കുക, ആ ശരി എൻ്റെ ഭാര്യ നിൽക്കേണ്ട കേട്ടോ എന്ന് മാത്രമല്ല, അവിടെ 5 വർഷം മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന ഒരു സ്ത്രീയും കൂടാണ് അവർ. എൻ്റെ ഭാര്യ ഇല്ലെന്ന്. ഇനി അത് കഴിഞ്ഞ് മണ്ഡലം കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ മണ്ഡലം കമ്മിറ്റിയിലും ഭൂരിപക്ഷം ആളുകൾ അയാളുടെ സാന്നിധ്യത്തിൽ തന്നെ എതിർക്കുന്നു. അപ്പം മണ്ഡലം കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. അവിടെ ഭൂരിപക്ഷം ആളുകൾ എതിർക്കുമ്പോഴേക്കും അയാൾ പറയണ്ടേ? വേണ്ട. ബ്രാഞ്ച് കമ്മിറ്റികളിലും എതിർപ്പ്. ഇതെല്ലാം വന്നിട്ടും അയാളുടെ ഭാര്യയെ മത്സരിപ്പിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞാൽ എത്ര ഒരു മീനായിട്ടുള്ളൊരു മനുഷ്യനാണ് ഇയാൾ. അല്ല, അത് പാർട്ടി അധികാരത്തിൽ വരില്ല, ഇനി അടുത്ത് എന്തായാലും ഇടതുപക്ഷ അധികാരത്തിൽ വരില്ല എന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് MP ഗോവിന്ദൻ. എന്തായാലും അയാൾക്ക് മത്സരിക്കാൻ പറ്റില്ല. അപ്പം ഭാര്യയെ മത്സരിപ്പിച്ച് ഒരു MLA ആയിട്ടെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അതാണ് അയാളുടെ ചിന്ത. ഇനി നീ മറുവശം ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ തളിപ്പറമ്പ് മണ്ഡലത്തിൽ TK ഒന്നും ജയിക്കുന്ന ഒരു സാഹചര്യം ആലോചിച്ച് നോക്കി. ഇയാൾ അപ്പം തന്നെ പടിയിറക്കി പോകേണ്ടി വരില്ലേ? കാരണം ഇവരെ നിർത്തുന്ന ഒരൊറ്റ പ്രശ്നം കൊണ്ടാണല്ലോ അവിടുത്തെ ഏറ്റവും ജനകീയനായിട്ടുള്ള നേതാവ് പാർട്ടി വിടേണ്ടി വന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അയാൾക്ക് അവിടെ വിജയ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം ഇയാൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ? അല്ല, സമൂഹ മാധ്യമങ്ങളിൽ, ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ ശ്യാമള ടീച്ചറുടെ ഒരു പ്രചരണ പരിപാടികളെ ഉള്ളൂ. അത്രയ്ക്കാണ് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പ്രൊമോഷനെല്ലാം. ഇപ്പോൾ പിണറായി വിജയൻ, ഇന്നലെ ഞാൻ സോയിമനായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പിണറായി വിജയനോട് പറഞ്ഞു, സാറേ പിണറായി വിജയൻ 140 മണ്ഡലങ്ങളിലും പോകണം. ഞാൻ പറഞ്ഞു പോകണം. 140 മണ്ഡലങ്ങളിലും പിണറായി വിജയൻ പോയാൽ ഒരു 100-ലധികം സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ ക്യാമ്പയിനൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ വന്നാൽ മാത്രമേ അവർ അതിന് തോക്കാൻ അവിടെ കാരണമാവുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളൂ. അപ്പം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? കേരളത്തിലെ ഏറ്റവും വലിയൊരു വിപ്ലവ പാർട്ടി ആണല്ലോ. ആ പാർട്ടി ഇത് ത്രിപുരയിലും പോയി, ബംഗാളിലും എല്ലാം പോയി, ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വരുന്ന ആളുടെ ബാധ്യതയും ചുമതലയും ഇരട്ടിക്കല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഇരട്ടിക്കുമ്പോൾ ഇയാൾ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതെ, മനസ്സിലായി. ഒരു സാധാരണ പാർട്ടി മെമ്പർക്ക് പോലും ഇയാൾക്കുള്ളതിനേക്കാൾ കാര്യവിവരമുണ്ട് എന്ന് നമുക്ക് ബോധ്യമാവും. തീർച്ചയായിട്ടും. അത് നമ്മൾ ഈ പലരുടെയും ഒരു പ്രസ്താവനകൾ, നമ്മൾ ഈ കവല പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. അവർ വളരെ ഒഴുക്കോടുകൂടി, വളരെ നമുക്ക് പോലും മനസ്സിലാവും, പറയുന്നത് പൊട്ടത്തരമാണെങ്കിൽ പോലും അവർ ആ ഒഴുക്കോടുകൂടി മനസ്സിലാകത്തക്ക രീതിയിൽ, വിശ്വാസയോഗ്യമായ രീതിയിൽ, അവരുടേതായ രീതിയിൽ അവർ അവതരിപ്പിക്കുകയാണ്. പക്ഷേ ഇതങ്ങനെയല്ലെന്നേ, വാ തുറന്ന പൊട്ടത്തരമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ മൊത്തത്തിൽ വിശകലനം ചെയ്തൊരു നിരീക്ഷണത്തിൽ നമ്മൾ എത്താൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഏതാണ്ട് അവസാന റീൽ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഇത് തീരുന്നതിന് മുമ്പാണ് ഗോവിന്ദൻ ഇതിൻ്റെ സെക്രട്ടറിയായി വന്നിരിക്കുന്നത്. അടുത്ത തവണ UDF വലിയ ഭൂരിപക്ഷത്തിലൂടെ അധികാരത്തിൽ വരികയും ഇയാളുടെ ഭാര്യയെ തോക്കുകയും ചെയ്യുമ്പോൾ അതോടുകൂടി അല്ല, എനിക്ക് ഓർമ്മ വരുന്നത് ഈ പണ്ട് കമ്പക്കെട്ട് കിടക്കുന്നു, ഉത്സവ പറമ്പുകളിൽ കമ്പക്കെട്ട് കിടക്കുമ്പോൾ കമ്പം വലിയ പടക്കെല്ലാം വെച്ചിട്ട് പോകും. പിറ്റേന്ന് രാവിലെ പിള്ളേർ വന്നിട്ടേ ചെറിയ വല്ല പോലപ്പടക്കം മുക്കുപടക്കം എന്തെങ്കിലും പൊട്ടാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ നുള്ളിപ്പറക്കി കത്തിക്കും. അതോടുകൂടി തീരുകയാണ്. അതുപോലെയാണ് ഇപ്പോൾ പാർട്ടി എന്തായാലും അവസാനിക്കാൻ പോവുകയാണ്. എല്ലാം നല്ലതെല്ലാം പൊട്ടിച്ച് പോയി. ഇനിയുള്ളത് ഈ ഗോവിന്ദൻ ഇതെല്ലാം നുള്ളിപ്പറക്കി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇത് തീരാൻ പോവുകയാണെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനകളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗോവിന്ദൻ തൻ്റെ വാലെ തന്നെ തീ പിടിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDF തോറ്റാൽ അതിൽ ഇയാൾക്ക് നിർണായകമായിട്ടുള്ള പങ്കുണ്ടെന്ന് വിലയിരുത്തപ്പെടും. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, LDF തോറ്റാൽ ഇയാൾക്ക് വലിയ പങ്ക്. അതുകൊണ്ട് LDF തോക്കുമ്പോൾ ഇയാൾ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതും അതിനെതിരായിട്ടുള്ള അസംതൃപ്തികളും വലിയ തോതിൽ പ്രശ്നങ്ങളായി വരും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോളോ ഔട്ടായിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? LDF തോക്കുകയും ഇയാളുടെ ഭാര്യയും കൂടെ തോക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇയാൾക്ക് ഒരു നിമിഷം പോലും
ആ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇയാള് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തുള്ള ഇയാളുടെ അധികാര തുടർച്ച എന്ന് പറയുന്ന കൊമ്പയിൽ ഇയാൾ തന്നെ അത് മുറിച്ചിരിക്കുകയാണ് എന്നതാണ് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠം. എന്തായാലും ഈ എം വി ഗോവിന്ദൻ ഇത്തരത്തിലുള്ള വിഡിത്തങ്ങളൊക്കെ പറയുമെങ്കിലും എം വി ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം എം വി ഗോവിന്ദൻ നമ്മൾ കാണുന്ന ഒരാളല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് വ്യക്തിപരമായി പല കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് പുറത്ത് പറയാൻ കഴിയില്ലെങ്കിൽ പോലും തെളിവുകളായി നമ്മുടെ കയ്യിലില്ലെങ്കിൽ പോലും അതങ്ങനെയാണ്. അത് ഗോവിന്ദനെ അറിയാവും എന്നുള്ള ആൾക്കാർക്ക് അറിയാം. ഗോവിന്ദൻ ഈ പറയുന്നതൊക്കെ കാര്യഗൗരവമില്ല, വിഡിത്തം മാത്രമേ പറയൂ, അത് ചിന്താശേഷിയില്ല, പാർട്ടിയെക്കുറിച്ച് അറിയില്ല, പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് അറിയില്ല, സംസാരിക്കാൻ അറിയില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ ഗോവിന്ദനാണ്. അത് എന്തെങ്കിലും അത് കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്ന ഒരു അവസരമുണ്ടാകും. എന്തായാലും ഈ പറഞ്ഞതുപോലെ തളിപ്പറമ്പിൽ പി കെ ശ്യാമള തോൽക്കുക കൂടി ചെയ്താൽ LDF എന്തായാലും അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പായി. പി കെ ശ്യാമള തോൽക്കുക കൂടി ചെയ്താൽ ഗോവിന്ദൻ്റെ കാര്യം ഗോവിന്ദ എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്നത്.